We were discussing about political culture, the orientations of political culture as suggested by Almond and Powell. We have been discussed in the previous class. Three kind of orientations or three components of cognitive, which is at knowledge level. Affective orientation, it is a feeling, and third one, evaluative orientation. On the basis of these three type of orientation, your political culture has been developed. അതായത് നമ്മളുടെ രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുന്നത് ഈ മൂന്ന് തരത്തിലുള്ള ഓറിയന്റേഷൻസിന്റെ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മളുടെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം നമുക്ക് പറയാം. നിങ്ങൾ കോളേജ് ഇലക്ഷൻ, യൂണിയൻ ഇലക്ഷൻ നടക്കും. നിങ്ങൾ അവിടെ പ്രധാനമായിട്ട് രണ്ട് ലീഡിങ് പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഉള്ളത്. ഒന്ന് MSFന്റെ ഒരു പാനൽ, MSF ഉണ്ട്, SFI ഉണ്ട്, ഇപ്പൊ കഴിഞ്ഞാൽ നമ്മൾ KSU ഉണ്ട്, AES, 4% ഇതാണ് സ്റ്റുഡന്റ് വെൽഫെയർ പാർട്ടിയുടെ ഒരു ഓർഗനൈസേഷൻ എന്റെ പേര്, ഫ്രട്ടേണിറ്റി. ഈ മൂന്നാല് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, വിദ്യാർത്ഥി സംഘടനകളാണ്. അപ്പൊ ഈ സംഘടനകൾ ഇപ്പൊ നിങ്ങൾ ഒരു കാൻഡിഡേറ്റ് വോട്ട് ചെയ്യും. നിങ്ങൾ ഈ ചിലപ്പോൾ കാൻഡിഡേറ്റ് ചിലപ്പോൾ നിങ്ങളുടെ ഈ കോഗ്നിറ്റീവ് ഓറിയന്റേഷൻ, നിങ്ങളുടെ ബുദ്ധിപരമായി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി സെലക്ട് ചെയ്യുന്നു. ആ പാർട്ടിയുടെ പാനലിൽ മുഴുവൻ വോട്ട് ചെയ്യും. പലപ്പോഴും നമ്മുടെ കോളേജ് ഇലക്ഷൻ റിസൾട്ട് നോക്കുക, പാനൽ വോട്ടാണ്. മാറി മാറി വോട്ട് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. മൊത്തം പാനൽ വോട്ടാണ് വരിക. അത് നിങ്ങൾ ബുദ്ധിപരമായി തീരുമാനിച്ചാൽ വോട്ട് ചെയ്യും. രണ്ടാമത് നിങ്ങളുടെ അഫക്റ്റീവ് ഓറിയന്റേഷനിൽ നിങ്ങൾ ഇതിനെ വോട്ട് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് അയാളോടുള്ള പേഴ്സണൽ അഫെക്ഷൻ, ലവ് അല്ലെങ്കിൽ അവരുടെ പരിചയത്തിന്റെ പേരിലാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരൻ എന്ന് പറയുക, അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന് വോട്ട് ചെയ്യുന്നു അണ്ടർ അഫക്റ്റീവ് ഓറിയന്റേഷൻ. തേർഡ് വൺ, ഇവാലുവേറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന സംഗതിയാണ്. അത് കുറച്ചുകൂടി ഉയർന്ന തലമാണ്. അപ്പൊ നിങ്ങൾ തൊട്ടു മുൻപുണ്ടായിരുന്ന യൂണിയന്റെ പോരായ്മകളും പരിമിതികളും അല്ല അതിന്റെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നു ആർക്ക് വോട്ട് ചെയ്യണം. അതാണ് മൂന്നാമത്തെ കാറ്റഗറി, ഇവാലുവേറ്റീവ് ഓറിയന്റേഷൻ. ഈ ഇവാലുവേറ്റീവ് ഓറിയന്റേഷൻ ഉള്ള ഒരു 10% വോട്ടർമാർ കേരളത്തിലുണ്ട്. ഈ 10% ഇപ്പൊ ഈ ഭരണം മാറി മാറി വരുന്നതിന് കാരണമാണ്. അത് തുടർച്ചയായിട്ട് 1982 തുടങ്ങിയ ശീലമാണ് കേരളത്തിൽ. 1982 ഈ മുന്നണി ഇങ്ങനെ മാറി വന്നത്. നമ്മുടെ കാണുന്ന LDF, UDF എന്ന് പറഞ്ഞിരിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു 5 കൊല്ലം LDF ഭരിക്കണം, പിന്നെ 5 കൊല്ലം UDF ഭരിക്കണം. ആ രീതിയിൽ മാറി വരുന്നത് ഈ പറയുന്ന ഒരു ഇവാലുവേറ്റീവ് കണ്ടന്റ് ആണ്. അത് ജഡ്ജ് ചെയ്യണം. ഭരണത്തിന്റെ പോരായ്മകളും നന്മകളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് ആൾക്കാർ വോട്ട് ചെയ്യും. ചിലപ്പോൾ ഒരു പരിമിതിയാവും, കാരണം 2 ചോയ്സേ ഉള്ളതുകൊണ്ട് ഇത് മാറി അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു പരിമിതി കൂടിയാണ്. മൂന്നാമതൊരു മുന്നണി ഇല്ലാത്തൊരു പരിമിതി കേരളത്തിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ദീസ് ആർ ദി ഓറിയന്റേഷൻസ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. ഈ 3 രീതിയിലാണ് പൊളിറ്റിക്കൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. Again, Almond and Powell classified political culture into 3. അവർ പിന്നീട് പൊളിറ്റിക്കൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് 3 അടിസ്ഥാനമായ ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ സംസ്കാരത്തെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. They are parochial political culture, subject political culture and participant political culture. First one, parochial political culture. Parochial എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ എന്നർത്ഥം. Almond and Powell classified political culture into 3 types. First one is parochial. It is narrow-minded political culture. A narrow political culture. വളരെ ഇടുങ്ങിയ രാഷ്ട്രീയ സംസ്കാരത്തിനെയാണ് parochial political culture എന്ന് പറയുന്നത്. It is found in simple traditional and tribal societies in which people have no understanding or awareness of the political system. Parochial political culture can be seen in tribal societies or traditional societies where people have no awareness or knowledge about the political system, their rights, duties, constitution, like that, something like that. അവർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത വളരെ പ്രിമിറ്റീവ് സമൂഹങ്ങൾ നിൽക്കുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. അവിടെ ഭരണഘടനയൊന്നും ഉണ്ടാവില്ല. വളരെ പരമ്പരാഗതമായ ഈ പറയുന്ന ട്രൈബൽ സമൂഹങ്ങൾ, ആദിമ സമൂഹങ്ങൾ കാണുന്ന രാഷ്ട്രീയ സംസ്കാരമാണ്. അവിടെ പൗരന്മാരുണ്ടാവില്ല, അവിടെ ജനങ്ങളെ ഉണ്ടാവില്ല, അവർക്ക് അവകാശങ്ങൾ ഉണ്ടാവില്ല, അവിടെ ഭരണഘടന ഉണ്ടാവില്ല. ഗോത്ര തലവനും ഗോത്ര മുപ്പനും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്,
But people does not have any awareness about whether there is a political system to control them, where there is rules and regulations. ഇതൊന്നും അവർക്ക് അറിയില്ല. കാരണം അതൊക്കെ തീരുമാനിക്കുന്ന ഒരു മൂപ്പനാണ്. The political participation or general orientation is not possible in such societies. അവിടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഇസ് ഇമ്പോസിബിൾ. അവിടെ പൊളിറ്റിക്കൽ ഒരു ആദിമ സമൂഹത്തിൽ, ഒരു ട്രൈബൽ സമൂഹത്തിൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഇല്ല. പീപ്പിൾ ഡസ് നോട്ട് ഹാവ് എനി റോൾ ഇൻ പൊളിറ്റിക്കൽ അഫയേഴ്സ്. രാഷ്ട്രീയ കാര്യങ്ങൾ ജനങ്ങൾക്ക് യാതൊരു റോളും ഇല്ല. ആദിവാസി മൂപ്പനോ അല്ലെങ്കിൽ ആ 2-3 പേര് അടങ്ങുന്ന ഒരു സമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ. അത് പൊളിറ്റിക്കലാണ്. പക്ഷെ അത് പൊളിറ്റിക്കൽ അതോറിറ്റി ആണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം ആ ട്രൈബൽ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ്. അത്തരം സംസ്കാരത്തെയാണ് പരോക്കിയൽ, വളരെ ഇടുങ്ങിയ രാഷ്ട്രീയ സംസ്കാരം. അവിടെ രാഷ്ട്രീയ വ്യവസ്ഥ ഉണ്ട്, പക്ഷെ അവിടെ രാഷ്ട്രീയ വ്യവസ്ഥ ഉണ്ട് എന്ന് പോലും ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം രാഷ്ട്രീയ സംസ്കാരം അവർക്കുള്ളൂ എന്ന രീതിയിൽ അവർക്ക് രാഷ്ട്രീയ സംസ്കാരം ഡെവലപ്പ് ചെയ്തിട്ടില്ല. പൊളിറ്റിക്കൽ കൾച്ചർ യെറ്റ് ടു ബി ഡെവലപ്പ്, ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സംസ്കാരം മാത്രമാണ്. In such societies, there is very little specialization and where actors fulfill a combination of political, economic and religious roles simultaneously. In such societies, in such traditional societies, there is no specialization or separation of political power. അവിടെ ഒരു സ്പെഷ്യലൈസേഷനോ രാഷ്ട്രീയ അധികാരം, മതാധികാരം, സാമ്പത്തിക പ്രവർത്തനം ഇത് തമ്മിൽ വേർതിരിവൊന്നുമില്ല. എല്ലാം ഒരാൾ തന്നെ ചെയ്യാം. മതത്തിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഭരണാധികാരികൾ പോലും ഉണ്ടായത്. കാരണം അവിടെ മതവും രാഷ്ട്രീയവും സമ്പദ് വ്യവസ്ഥയും ഒക്കെ ഒന്ന് തന്നെയാണ്. മെർജിങ് എവറിഥിങ് ഇൻടു എ സിംഗിൾ യൂണിറ്റ്. ദാറ്റ് കൈൻഡ് ഓഫ് സിസ്റ്റം ഇസ് കാൾഡ് പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ. അത്തരം സംവിധാനങ്ങൾക്ക് പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ, വളരെ ഇടുങ്ങിയ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാവും. ഒരു ആദിമ സമൂഹത്തിൽ, ഒരു ഗോത്ര സമൂഹത്തിൽ, ഒരു ആദിവാസി സമൂഹത്തിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവിടെ മതപരമായ കാര്യങ്ങൾ, അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, അവരുടെ വിവാഹം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ശിക്ഷ നടപ്പിലാക്കുക, ആ സമൂഹത്തിന്റെ സമ്പദ് വ്യവസ്ഥ, ആ സമൂഹത്തിലെ നിയമങ്ങൾ എല്ലാം തീരുമാനിക്കുന്ന ആദിവാസി മൂപ്പനോ ഗോത്ര തലവനുമാണ്. Everything has been decided by a single person or single authority. There is no separation. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയല്ലല്ലോ. പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ല നമ്മളുടെ മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തീരുമാനിക്കുക. നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൺട്രോൾ ചെയ്യുന്ന എക്കോണമി വേറെയാണ്. എക്കോണമി എന്നുള്ള സംവിധാനം വേറെയുണ്ട്. സാമ്പത്തിക നയങ്ങൾ രാഷ്ട്രീയം തീരുമാനിക്കുമായിരിക്കും എങ്കിൽ പോലും. അപ്പോൾ there is no separation. In societies there is very little specialization. അവിടെ സ്പെഷ്യലൈസേഷൻ ഒന്നുമില്ല, സെപ്പറേഷൻ ഒന്നുമില്ല. എല്ലാവരും എല്ലാ റോളും ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഭരണാധികാരികൾ ഒരേ സമയം സാമ്പത്തികമായ റോള് കൈകാര്യം ചെയ്യുന്നു, ആ സമൂഹത്തിന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരിക്കണം തീരുമാനിക്കുന്നു. അറ്റ് ദി സെയിം ടൈം ദേ ഡിസൈഡ്സ് ദ റിലീജിയസ് മാറ്റേഴ്സ്. അവർ മതപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ അറേബ്യൻ സമൂഹങ്ങളൊക്കെ അത്തരത്തിലുള്ള സംവിധാനങ്ങളായിരുന്നു. പല പുരാതന സമൂഹങ്ങൾ, ഉദാഹരണത്തിന് റോമൻ കത്തോലിക്ക ചർച്ച്, വത്തിക്കാൻ സിറ്റി, ഇപ്പം റോമൻ കത്തോലിക്ക സമൂഹം അങ്ങനത്തെ ഒരു സമൂഹമായിരുന്നു. റോമൻ സാമ്രാജ്യം മുഴുവൻ കീഴടക്കിയിരുന്ന മധ്യകാല യൂറോപ്പിനെ ഭരിച്ചിരുന്നത് റോമൻ കത്തോലിക്ക ചർച്ചാണ്. അപ്പൊ ചർച്ചിന് മതങ്ങൾക്കൊരു അധികാരം വരുന്നു. മതത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കും, വിശ്വാസത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കും, രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കും, സമ്പദ് വ്യവസ്ഥ തീരുമാനിക്കും, ഒക്കെ ഒരാൾ തന്നെ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. ഈ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ രാജാവിന്റെ തൃപ്പടിദാനം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. തൃപ്പടിദാനം, അതായത് രാജാവ് സ്വയം അദ്ദേഹത്തിന്റെ ഭരണാധികാരം തിരുവിതാംകൂർ ശ്രീപത്മനാഭന് അല്ലെങ്കിൽ പത്മനാഭ ക്ഷേത്രത്തിലെ അവിടുത്തെ ശ്രീപത്മനാഭന് കൈമാറിക്കൊണ്ടൊരു നടത്തിയ ഒരു പ്രഖ്യാപനമാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭരണം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഭരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അപ്പോ ഇൻ parochial political culture, people does not have awareness about the political system or political authority, and there is no specialization between religious matters, economic matters and political matters. Their lifestyle, attitude, political values and ideologies, etc. are fully determined by tribal culture, tribal leaders and tribal politics. Their political values, attitudes, ideologies, lifestyle, everything has been decided by this tribal culture. ഈ ട്രൈബൽ കൾച്ചർ, അതായത് ട്രൈബൽ സംസ്കാരമാണ്. ഗോത്ര സംസ്കാരം, ഗോത്ര തലവന്മാര്, ഗോത്രത്തിന്റെ രാഷ്ട്രീയം, ഗോത്രത്തിൽ നടക്കുന്ന രാഷ്ട്രീയം. കാരണം എല്ലാ കാര്യങ്ങളും ഗോത്ര തലവനും ഗോത്ര സമിതിയും മാത്രം കൈകാര്യം ചെയ്യുകയാണ്. അവിടെ ഒരേ സമയം മതപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഗോത്ര തലവനാണ്. ആ ഗോത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ, കൃഷി ചെയ്യുന്നതിന്റെ കാര്യങ്ങളും എന്തുൽപ്പാദിപ്പിക്കണം തീരുമാനിക്കുന്ന ഒക്കെ ഗോത്രത്തലവൻ. എല്ലാ കാര്യങ്ങളും ഗോത്രത്തലവൻ തന്നെ തീരുമാനിക്കുന്ന ഒരവസ്ഥ. മതപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയം, അത്തരം ഒരു രാഷ്ട്രീയ സംസ്കാരത്തെയാണ് parochial political culture. In simple words, in parochial political culture, the people, there will not be any kind of citizens. അവരെ സിറ്റിസൺസ് വിളിക്കാൻ കഴിയില്ല.
കാരണം അവർ പൗരന്മാരൊന്നും അല്ല, ആ ഗോത്രത്തിന് കീഴിൽ വരുന്ന ആൾക്കാരാണ്. ദേ ഡസ് നോട്ട് ഹാവ് എനി അവയർനെസ് അബൌട്ട് പൊളിറ്റിക്കൽ അതോറിറ്റി. അതൊരു പൊളിറ്റിക്കൽ അതോറിറ്റി ആണ് എന്ന് പോലും അവർക്ക് അറിയാൻ കഴിയാത്ത സമൂഹമാണ്. Then second one is subject political culture. Subject political culture can be seen in monarchies, totalitarian and authoritarian system. Subject political culture എന്ന് പറഞ്ഞാൽ that can be seen generally in monarchies. രാജഭരണ കാലഘട്ടത്തിലുള്ളതാണ്. രാജഭരണ കാലഘട്ടത്തിൽ റൂളറും സബ്ജക്ട്സും ഭരിക്കുന്നയാളും ഭരിക്കപ്പെടുന്നവരും അവരെ സബ്ജക്ട്സ് എന്ന് വിളിക്കും. സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ വിധേയരാക്കപ്പെടുന്നവർ. സബ്ജക്ട് ടു ദിസ്, ദേ ആർ സബ്ജക്റ്റഡ് ടു ദിസ് എന്ന് പറയുന്നവർ, അവരൊക്കെ വിധേയരാക്കപ്പെടുന്നവർ മാത്രമാണ്. ഭരണത്തിന് വിധേയരാക്കപ്പെടുന്ന വെറും മൃഗതുല്യമായ ആൾക്കാരായിട്ട് മനുഷ്യനെ കണക്കാക്കുന്ന അവസ്ഥയാണ് ഈ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾ വെറും ഭരണത്തിന് വിധേയരാക്കപ്പെടുന്നവർ മാത്രമാണ്. യു ഡസ് നോട്ട് ഹാവ് എനി മച്ച് റൈറ്റ്സ്. നിങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങളൊന്നും ഉണ്ടാവില്ല. There people are aware of national political system or governmental system. ഇവിടെ in parochial subject political culture, people have awareness about political system or government system. രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ചും ഭരണ സംവിധാനത്തെ കുറിച്ചും ജനങ്ങൾക്ക് അറിവുണ്ട്. ആൻഡ് വെദർ ദേ ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. അവർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്. ആ ഭരണ സംവിധാനമാണ് ഭരിക്കുന്നത്. രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട്, ഭരണ സംവിധാനം ഉണ്ട് എന്നൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു കൾച്ചറാണ് സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ. ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ പരോക്കിയൽ. പരോക്കിയലിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനമാണ് ഈ സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ. നമ്മൾ ഈ രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെട്ടു വരുന്ന സംഗതി നോക്കിയാൽ മനസ്സിലാവും. ആദിമ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഗോത്ര സംസ്കാരങ്ങളിലായിരുന്നു. ഗോത്ര സംസ്കാരങ്ങളിലാണ് നമ്മൾ നാട്ടുരാജ്യങ്ങളിലേക്ക് കടന്നു വന്നത്. ഹലോ, ഗോത്ര സംസ്കാരങ്ങളിൽ നിന്നാണ് നമ്മൾ നാട്ടുരാജ്യങ്ങളിലേക്ക് കടന്നു വന്നത്. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് എ cultural change in political sense, which means that it is a growth from parochial political culture to subject political culture. ഗോത്ര സംസ്കാരങ്ങളിൽ നിന്ന് രാജഭരണത്തിലേക്ക് ലോകത്തുള്ള പല സമൂഹങ്ങളും മാറിയപ്പോൾ അവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റം ആ parochial political culture നിന്ന് നമ്മൾ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചറിലേക്ക് മാറിയതാണ്. Then political culture has been changed a lot during the history of humankind. മാനവരാശിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം ഒരുപാട് മാറി. ആദിമ കാലഘട്ടത്തിൽ മനുഷ്യൻ ഗോത്രങ്ങളായി കഴിഞ്ഞിരുന്നപ്പോൾ മനുഷ്യൻ, നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ഒരു സെറ്റിൽ ലൈഫൊക്കെ തീരദേശത്ത് അല്ല നദീതടങ്ങളിൽ നമ്മൾ സിന്ധു നദിയുടെ സംസ്കാരവും ഹാരപ്പൻ സംസ്കാരവും ഒക്കെ ആരംഭിച്ച സമയത്ത് നമ്മൾക്കുണ്ടായിരുന്ന ഒരു ഗോത്ര സംസ്കാരം. ആ ഗോത്ര സംസ്കാരത്തിന്റെ പൊളിറ്റിക്കൽ കൾച്ചർ കുറച്ചുകൂടി വലിയ രാജ്യങ്ങൾ, നാട്ടുരാജ്യങ്ങളിലേക്ക് മാറി. ആ നാട്ടുരാജ്യങ്ങളിലേക്ക് മാറിയപ്പോൾ നമുക്ക് സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചറാണ് കിട്ടിയത്. രാജാവ് പറയുന്ന കേട്ടോണ്ടിരിക്കാന്നുള്ള റോളേ ഉള്ളൂ. യു ഡസ് നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ പ്രോസസ്. ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് പാർട്ടിസിപ്പേഷൻ ഒന്നുമില്ല. ഹിയർ ദ പൊസിഷൻ ഓഫ് സബ്ജക്ട് ഈസ് ഇൻ സച്ച് എ കേസ് എസെൻഷ്യലി എ പാസീവ് വൺ. ഇൻ സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ ദി പീപ്പിൾ ഹാവ് വെരി പാസീവ് റോൾ ഇൻ പൊളിറ്റിക്കൽ പ്രോസസ്. രാഷ്ട്രീയ പ്രക്രിയയിൽ യാതൊരു പ്രാധാന്യവും ഇല്ല. രാജാവിന്റെ ഉത്തരവുകൾ കേട്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനെതിരായി പ്രവർത്തിച്ചാൽ നിങ്ങൾ കൊല്ലപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും എന്ന് പറയുന്ന കാര്യമുള്ളൂ. It is mainly because he sees there is no role or possibility of influencing or working of political system. ഇവിടെ in subject political culture the people does not have any role in political process. He cannot influence the working of that system. ആ സംവിധാനത്തിന്റെ, ആ രാഷ്ട്രീയ വ്യവസ്ഥയെ ഒരു തരത്തിലും അയാൾക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. അവിടുത്തെ സാധാരണ പൗരനെ സംബന്ധിച്ച്, ജനത്തെ സംബന്ധിച്ച് പൗരന് വിളിക്കാൻ പോലും കഴിയില്ല. കാരണം പൗരനാകുമ്പോൾ കുറച്ച് അവകാശങ്ങളുണ്ടാവും. ആ പൗരന് വിളിക്കാൻ കഴിയാത്ത ഒരു ജനത്തിന് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ യാതൊരു അവകാശമില്ല. നിങ്ങൾ രാജഭരണത്തിന്റെ കാലഘട്ടം ആലോചിച്ച് നോക്കിയാൽ മതി. തിരുവിതാംകൂർ രാജഭരണം ചില അസംബ്ലിയൊക്കെ വരുന്നതിന് മുൻപുള്ളൊരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ രാജാവ് പറയുന്നതൊക്കെ നിയമങ്ങളാണ്. അവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരു രാജാവിന്റെ തീരുമാനത്തെ സ്വാധീനിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അത്തരം ഒരു സാഹചര്യമാണ്. ബിക്കോസ് ദർ ഈസ് നോ റോൾ ഓർ പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് ദി വർക്കിംഗ് ഓഫ് സിസ്റ്റം. ഈ സിസ്റ്റത്തെ, ആ പറയുന്ന ഒരു മൊണാർക്കിക്കൽ സിസ്റ്റത്തെ ദ പീപ്പിൾ കാനോട്ട് ഇൻഫ്ലുവൻസ് ഇറ്റ്. പീപ്പിളിന് ഒരു തരത്തിലും അതിനെ സ്വാധീനിക്കാൻ കഴിയില്ല. ദിസ് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് ഫൗണ്ട് ഇൻ മൊണാർക്കീസ്. പ്രധാനമായും മൊണാർക്കിയിൽ ഉണ്ടാവും.
ടോട്ടാലിറ്ററിയൻ സിസ്റ്റം സമഗ്രാധിപത്യ സംവിധാനങ്ങളിൽ, അതോറിറ്റേറിയൻ സിസ്റ്റം സ്വേച്ഛാധിപത്യം. പ്രധാനമായിട്ടും സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ ക്യാൻ ബി സീൻ ഇൻ autocratic, totalitarian and monarchical systems. ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ, സമഗ്രാധിപത്യ സംവിധാനങ്ങളിലാണ് ഇത് കാണാൻ കഴിയുക. പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഒരു രാഷ്ട്രീയ സംസ്കാരം മോറോർലെസ് ലൈക്ക് ദിസ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, ഹിറ്റ്ലറുടെ സംവിധാനങ്ങൾ, രാജഭരണകാലത്തെ സംവിധാനങ്ങൾ ഒക്കെ ഇത്തരത്തിലുള്ള ഏകാധിപതികളുടെയും പട്ടാള മേധാവികളുടെയും ഒക്കെ അവരൊക്കെ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം ഈ സബ്ജക്റ്റാണ്. എന്ത് ഭരണകൂടം എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുക, പ്രതികരിക്കാൻ കഴിയില്ല, പ്രതികരിച്ചിട്ട് കാര്യമില്ല, കാരണം അവരെ സ്വാധീനിക്കാൻ കഴിയില്ല. അവർ പ്രതികരിച്ചതിന്റെ പേരിൽ അവർ മാറ്റം വരുത്തില്ല, പ്രതികരിക്കുന്ന ആളെ കൊല്ലുക എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന പൊതുവായ നയം. ദെൻ തേർഡ് വൺ ഈസ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ, പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം. ദാറ്റ് ഈസ് മോസ്റ്റ് ഡെവലപ്ഡ് ആൻഡ് ഡെമോക്രാറ്റിക് വൺ. ഇത് ഏറ്റവും വികസിതവും ജനാധിപത്യപരവുമായ രാഷ്ട്രീയ സംസ്കാരമാണ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. ജനങ്ങൾക്ക് പങ്കാളിത്തം കൂടി ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ്. ഇൻ സച്ച് എ സിസ്റ്റം പീപ്പിൾ ആർ വെൽ കോൺഷ്യസ് ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഈ സംവിധാനത്തിൽ ഇൻ എ പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ പീപ്പിൾ വെർ വെൽ അവെയർ അബൌട്ട് ദെയർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അവരുടെ അവകാശങ്ങളെ കുറിച്ച്, അവരുടെ കർത്തവ്യങ്ങളെ കുറിച്ച്, രാഷ്ട്രീയ സംവിധാനങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. It exists in developed societies where citizens get ample opportunities to participate in political affairs of state. Participant political culture exists in developed countries where people have an active role and or share in political affairs of state. ജനങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാനും ഭരണകാര്യങ്ങളെ സ്വാധീനിക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. മോസ്റ്റ് ഓഫ് ഡെമോക്രാറ്റിക് കൺട്രീസ് ആർ ബിലോങ്സ് ടു ദിസ് കൾച്ചർ. ജനാധിപത്യ രാജ്യങ്ങൾ ഈ സംസ്കാരത്തിലാവുക. നമ്മളൊക്കെ ആ സംസ്കാരം, നമുക്ക് പാർട്ടിസിപ്പന്റ് ആണ്, നമുക്ക് പങ്കാളിത്തമുണ്ട്, നമ്മൾക്ക് അധികാരികളെ മാറ്റാൻ കഴിയും, നമ്മൾ വോട്ട് ചെയ്തവരെ പുറത്താക്കാൻ കഴിയും. നമ്മൾ സാധാരണ കേരളത്തിൽ ചെയ്യുന്നത് ഓരോ 5 കൊല്ലം കഴിയുമ്പോഴും നമ്മൾ ഭരണാധികാരികളെ മാറ്റാൻ നമുക്ക് കഴിയുന്നത് അതുകൊണ്ടാണ്. ഇറ്റ് ഈസ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. It exists in developed societies where citizens have an opportunity or a chance to participate in the political process. ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പങ്കാളിത്തം ലഭിക്കുന്ന സംവിധാനമാണ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. They develop a particular attitude towards the political system. ഈ പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ ഡെവലപ്സ് എ particular attitude towards political system. രാഷ്ട്രീയ വ്യവസ്ഥയോട് ഒരു പ്രത്യേകതരം ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. Political parties, pressure groups, interest groups, etc. fall in this category and decide for themselves what role they can play. In participant political culture, in societies having participant political culture, political parties, pressure groups, interest groups, etc. has a crucial or decisive role in deciding the politics. ഇത്തരം സമൂഹങ്ങളിൽ, പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചറുള്ള സമൂഹങ്ങളിൽ ജനങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം തീരുമാനിക്കുന്നതിൽ, ജനങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തം തീരുമാനിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും, സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഉണ്ടാവും, തൽപര ഗ്രൂപ്പുകൾ ഉണ്ടാവും, മറ്റ് സന്നദ്ധ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. വിച്ച് മീൻസ് ദാറ്റ് ദർ ഈസ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് അവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ടാവും, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഉണ്ടാവും, നിങ്ങൾക്ക് സംഘടന രൂപീകരിക്കാൻ കഴിയും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമ്മർദ്ദ ഗ്രൂപ്പുകളും തൽപര ഗ്രൂപ്പുകളും ഒക്കെ ഇത്തരത്തിൽ ഈ പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചറിൽ ഒരു റോൾ പ്ലേ ചെയ്യുന്നു. അതായത് ജനങ്ങളെ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുപ്പിക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളാണ്, സമ്മർദ്ദ ഗ്രൂപ്പുകളാണ്, തൽപര ഗ്രൂപ്പുകളാണ്. നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പോലും നിങ്ങൾ അറിയാതെ നിങ്ങളെ ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളികളാക്കുകയാണ്. കാരണം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം കോളേജ് നമുക്ക് റീഓപ്പൺ ചെയ്ത് വരുമ്പോൾ 8:30 മുതൽ 3:30 വരെ ആയിരിക്കും കോളേജ് ടൈം എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അങ്ങനെ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നിർദ്ദേശം അങ്ങനെ വന്നിട്ടുണ്ട്. അതിനെതിരെ പല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും പ്രതികരിക്കേണ്ട, SFI ഉൾപ്പെടെയുള്ള ഭരണാനുകൂല സംഘടന ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ ചർച്ച വേണം, വിദ്യാർത്ഥികളുടെ ചർച്ച കൂടെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു രാഷ്ട്രീയ പങ്കാളിത്തമാണ്. രാഷ്ട്രത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തെ ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ വിദ്യാർത്ഥികളുടെ അഭിപ്രായം കൂടി കേൾക്കണം എന്ന് വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറയാൻ കഴിയില്ലല്ലോ. അവർ രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ അറിയിക്കുകയാണ്. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇൻ പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ, political parties, interest groups, pressure groups and such other organizations can a crucial role in participating the people or citizens in political affairs. ജനങ്ങൾ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളികളാകുന്ന ഒരു സംവിധാനം കൂടിയാണ്.
Then political subculture. It is not part of this classification of Almond and Powell. Almond and Powell classified political culture into 3 types. First one, parochial. It is tribal societies. People does not have any awareness about political system or its features. രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് അറിയാത്ത parochial. Second one, subject. It is present in authoritarian, totalitarian and monarchies, in which people does not have any role in political affairs. Political affairs ലാത്ത അവർക്ക് റോളും ഇല്ല, but they are aware about the political system and governmental system. ജനങ്ങൾ ഒരു ഗവൺമെന്റ് സിസ്റ്റം ഉണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്, രാഷ്ട്രീയ സംവിധാനമുണ്ട്, ജനങ്ങൾക്ക് അറിയാം. Third one, people have a role in deciding political affairs. രാഷ്ട്രീയ കാര്യങ്ങൾ ജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാവുന്നു. It can be seen in developed societies and democratic societies. ജനാധിപത്യ വികസിത സമൂഹങ്ങൾ കാണാൻ കഴിയുന്നു. People have a role. People participate in political process through political parties, pressure groups, interest groups, and so on. And another topic which is a part of political culture is political subculture. Political subculture is part of political culture. രാഷ്ട്രീയ ഉപസംസ്കാരം എന്നൊക്കെ വേണേൽ പറയാം. It is part of political culture. Political culture ഭാഗം തന്നെയാണ്. In some political system, political subcultures are very much predominant, and because of this, separatist groups and movements are developed. ചിലയിടത്ത്, ചില പ്രദേശങ്ങളിൽ ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിനുള്ളിൽ ചില രാഷ്ട്രീയ ഉപസംസ്കാരങ്ങൾ പ്രകടമാകും. ഈ രാഷ്ട്രീയ ഉപസംസ്കാരങ്ങൾ പലപ്പോഴും വിഭാഗീയതയ്ക്കും വിഘടനവാദത്തിനും കാരണമാകും. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില ഉപസംസ്കാരങ്ങളായിരുന്നു പ്രത്യേക കാശ്മീർ എന്ന് പറയുന്ന രാഷ്ട്രം വേണമെന്നുള്ള വാദം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ സ്വതന്ത്രമാവണമെന്ന് പറഞ്ഞ വാദം, പഞ്ചാബ് സ്വതന്ത്രമാവണമെന്ന് പറഞ്ഞ വാദം ഒക്കെ ഇത്തരം ചില രാഷ്ട്രീയ ഉപസംസ്കാരങ്ങളാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. പൊളിറ്റിക്കലിന്റെ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന സംസ്കാരം തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് പ്രിഡോമിനന്റ് ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് മൂവ്മെന്റ്സ് ഡെവലപ്ഡ്. ഇത് വളരെ പ്രകടമാവുകയും ഇത് വിഘടനവാദ പ്രസ്ഥാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സംസ്കാരങ്ങളെയാണ്, വിഭാഗീയ പ്രസ്ഥാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സംസ്കാരങ്ങളെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സബ് കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്താൽ പോലും ഈ പൊളിറ്റിക്കൽ സബ് കൾച്ചർ ഉണ്ടാവും. ഇപ്പൊ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്താലും കോൺഗ്രസ് പാർട്ടി എടുത്താലും കുഴപ്പമൊന്നും, രണ്ട് പാർട്ടി എടുത്താലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിളർന്നു പോയ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതായത് ഒരു പാർട്ടിക്കുള്ളിൽ വേറൊരു രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെട്ടു വരിക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ CPI-യും CPM-ഉം നിങ്ങൾ പണ്ട് പഠിച്ചായിരിക്കും. 964 ഒരു CPM-ഉം CPI-യും ഒന്ന് തന്നെയായിരുന്നു. പക്ഷെ അതിനുള്ളിൽ വന്ന ചില രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെ വിഭജിക്കുന്നതിന് കാരണമായി. അത് പൊളിറ്റിക്കൽ സബ് കൾച്ചർ ഒന്നുമല്ല, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമാണ് അത് എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ ഒരു സമൂഹത്തിന്റെ മൊത്തം സംസ്കാരത്തിന് വിഭിന്നമായി ഒരു പ്രത്യേക പ്രദേശം കാണിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തെയാണ് പൊളിറ്റിക്കൽ സബ് കൾച്ചർ എന്ന് പറയാൻ കഴിയുക. ഇൻ എ കൺട്രി ഹാവിംഗ് വേരിയസ് റേസസ്, കൾച്ചേഴ്സ്, ലാംഗ്വേജസ്, പൊളിറ്റിക്കൽ സബ് കൾച്ചർ കം ഇൻ ടു characteristic feature of the system. The political subculture can be seen in countries having diversities in respect of race, language, religion, culture, etc. ഒരുപാട് വൈവിധ്യങ്ങളുള്ള സമൂഹങ്ങളിലാണ് ഈ രാഷ്ട്രീയ ഉപസംസ്കാരം പൊതുവെ പ്രകടമാവുക. ഇന്ത്യയിൽ ആ രാഷ്ട്രീയ ഉപസംസ്കാരം ഇഷ്ടംപോലെ, നമുക്ക് ഇന്ത്യക്കാർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ ശ്രീലങ്കയിൽ എടുക്കുകയാണെങ്കിൽ തമിഴർ ആവശ്യപ്പെടുന്നത് ഒരു പൊളിറ്റിക്കൽ സബ് കൾച്ചറാണ്, ഘടനവാദമാണ്. ശ്രീലങ്കൻ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി രാഷ്ട്രത്തിനുള്ളിൽ തമിഴർക്ക് മേധാവിത്വമുള്ള മേഖലയിൽ പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് പൊളിറ്റിക്കൽ സബ് കൾച്ചർ. ഇന്ത്യയിലെ തമിഴനും വടക്കുകിഴക്കൻ സംസ്ഥാനക്കാരും പഞ്ചാബും കാശ്മീരും ഒക്കെ ഉന്നയിച്ച ഒരു വാദമാണ് പൊളിറ്റിക്കൽ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ countries having diversity in the matters like religion, culture, language, etc. Leads to political subculture. ഇതാണ് പലപ്പോഴും രാഷ്ട്രീയ ഉപസംസ്കാരത്തിന് കാരണമാകുന്നത്. In recent years, there have emerged in many countries political movements and crises become the influence of political culture. In recent years, there emerged political subcultures in many countries. നമ്മുടെ ഇന്ത്യയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും ഇത്തരം സബ് കൾച്ചർ ഉണ്ട്. വികസിത രാജ്യങ്ങളിൽ പോലും, കാനഡ ഉൾപ്പെടെ രാജ്യങ്ങളിൽ, ഇംഗ്ലണ്ടിൽ
ഓക്കെ, വികസിത രാജ്യങ്ങളിൽ ഈ സബ് കൾച്ചർ വളരെ പ്രകടമായിട്ട് വരികയും അത് അവരുടെ രാഷ്ട്രീയ ഐക്യത്തിന് തന്നെ ഭീഷണിയാവുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും രാജ്യങ്ങൾ വേറെ രാജ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാകുന്ന മൂവ്മെന്റ് ഇറ്റ് ഈസ് എ കോമൺ ഫിനോമിന ഇൻക്ലൂഡ് ഈവൻ ഇൻ ഡെവലപ്ഡ് വേൾഡ്. വികസിത രാജ്യങ്ങളിൽ പോലും പൊളിറ്റിക്കൽ സബ് കൾച്ചർ സംടൈംസ് ലീഡ്സ് ടു ഡിവിസീവ് ഓർ സെപ്പറേറ്റിസ്റ്റ് ടെൻഡൻസീസ്. പലപ്പോഴും വിഭാഗീയ പ്രവണതകൾക്ക് പൊളിറ്റിക്കൽ സബ് കൾച്ചർ കാരണമാണ്. പൊളിറ്റിക്കൽ സബ് കൾച്ചർ മീൻസ് it is part of political culture and that subculture sometimes predominates the general political culture of society and leads to separatist tendencies. രാഷ്ട്രീയ ഉപസംസ്കാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ പലപ്പോഴും അത് വളരെ പ്രകടമാവുകയും സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഐക്യത്തിന് ഭീഷണിയാവുന്ന രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്യുന്ന സംവിധാനത്തെയാണ് നമ്മൾ രാഷ്ട്രീയ ഉപസംസ്കാരം എന്ന്